പശ്ചിമബംഗാൾ ദുർഗാപൂരിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. കഴിഞ്ഞ ദിവസമായിരുന്നു 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ കേസിൽ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? പശ്ചിമ ബംഗാൾ സർക്കാർ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമരങ്ങൾ സർക്കാരിനെതിരെ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രതികളെ പിടികൂടാൻ സർക്കാരിന് മേൽ അത്രമാത്രം പ്രഷറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4ാമനെ കൂടി ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ്. ഏതാണ്ട് 5 പേരിലധികം ചേർന്നാണ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നുള്ളതായിരുന്നു പെൺകുട്ടി നൽകിയിരുന്ന മൊഴി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CCTVകളും മറ്റും കേന്ദ്രീകരിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിവരികയായിരുന്നു. ഈ ദുർഗാപൂരിൽ ഈ സംഭവം നടന്ന മെഡിക്കൽ കോളേജിന് സമീപം വലിയ കാടുകളാണ്. അവിടേക്ക് ഈ കുറ്റകൃത്യത്തിന് ശേഷം അവിടേക്കാണ് ഈ പ്രതികൾ ഓടി ഒളിച്ചത്. പിന്നീട് പല ഭാഗങ്ങളിലേക്ക് ഇവർ മാറി. അങ്ങനെ വളരെ സമഗ്രമായ ഒരു അന്വേഷണം ആയിരുന്നു പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരാളെ കൂടി പിടികൂടി. അങ്ങനെ മുഴുവൻ ഇപ്പോൾ കേസിൽ 4 പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഇരയ്ക്കെതിരെ അതിജീവിതയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപ വർഷം അത് വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലും രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. എന്തിനാണ് ഈ പെൺകുട്ടി രാത്രി 12:30 ഈ ഹോസ്റ്റലിന് പുറത്തേക്ക് സുഹൃത്തുമായി പോയത് എന്നുള്ള ചോദ്യമാണ് മമതാ ബാനർജി ഉയർത്തിയത്. മാത്രമല്ല, സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് കൈയൊഴിയുവാനായിരുന്നു മമതാ ബാനർജി ശ്രമിച്ചിരുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയപരമായ വലിയ വിമർശനം BJP അടക്കം ഉയർത്തുന്നുണ്ട്. പെൺകുട്ടികൾ അവരുടെ സുരക്ഷ നോക്കണമെന്നുള്ള മമതാ ബാനർജി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ്. അതാണ് ഏറെ ഈ മമതാ ബാനർജിയെ വിമർശിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ RG-കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ കൂട്ടബലാത്സംഗം, പിന്നീട് നിയമ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ മറ്റൊരു മെഡിക്കൽ വിദ്യാർത്ഥിനി കൂടി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം. അവിടെ പശ്ചിമ ബംഗാളിൽ വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടികൾ സ്വയരക്ഷ നോക്കിക്കൊള്ളണം, രാത്രി പെൺകുട്ടികൾ പുറത്തിറങ്ങരുത് എന്നൊക്കെയുള്ള ആഹ്വാനമാണ് ഈ മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ഒരു വനിതാ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒട്ടും കേൾക്കേണ്ടാത്ത വാക്കുകളാണ് അവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിനെതിരെ വലിയ വിമർശനമല്ലേ ഉയരുന്നത്? നീലിമ, പശ്ചിമ ബംഗാളിലെ കൊൽക്കട്ടയിൽ RG-കർ ആശുപത്രിയിൽ അതൊരു സർക്കാർ മെഡിക്കൽ കോളേജാണ്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ഒരു വനിതാ ഡോക്ടർ, PG വിദ്യാർത്ഥിയായ ഒരു വനിതാ ഡോക്ടർ അവിടുത്തെ ആശുപത്രിയിലെ തന്നെ ഒരു മുറിയിൽ പീഡനത്തിന് വിധേയമായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം കേരളത്തിലുൾപ്പെടെ രാജ്യത്ത് മുഴുവൻ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ വലിയ സമരം, മാസങ്ങൾ നീണ്ടു നിന്ന വലിയ സമരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ സർക്കാരും അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളും വിദ്യാർത്ഥി യൂണിയനും അപ്പോൾ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി വലിയ രീതിയിൽ ചർച്ച നടത്തി. സർക്കാർ കാര്യമായ ഉറപ്പ് നൽകി, ഇനി ഒരു തരത്തിലും ഒരു വിദ്യാർത്ഥിക്കും ഇത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടാകത്തില്ല. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യത്തിൽ, അതായത് ഈ രാത്രിയിലും മറ്റും ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ എന്നുള്ളത് അത് സർക്കാരിൻ്റെ ചുമതലയാണ്. മേലാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള സുതാര്യമായ മുഴുവൻ നടപടികളും കൈക്കൊള്ളുമെന്നുള്ള ഉറപ്പിന്മേലായിരുന്നു അന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം ഈ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും പിന്മാറിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടക്കം കൃത്യമായ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. മെഡിക്കൽ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജുകളുടെ അടക്കം സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ പല മറ്റ് പീഡന സംഭവങ്ങളും ഒരു നിയമ വിദ്യാർത്ഥിക്ക് അടക്കം പീഡനം നേരിടേണ്ട സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും ആരോഗ്യരംഗത്ത് നിന്നും മറ്റൊരു MBBS വിദ്യാർത്ഥിക്ക്, 2ാം വർഷ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഇത്തരമൊരു പീഡന അനുഭവം ഉണ്ടായത്. 5 പേർ ചേർന്ന് ഒരു ആൺ സുഹൃത്തുമായി രാത്രി 12:30 ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഈ കുട്ടി. ഈ ആൺ സുഹൃത്തിനെ തല്ലിച്ചതച്ച് ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ഓടിയൊളിക്കുകയും ഈ പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ തട്ടിപ്പറിച്ച് അത് തിരിച്ചു നൽകണമെങ്കിൽ 3000 രൂപ നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉയർന്നത്. പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല. പ്രത്യേകിച്ച് നേരത്തെ നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, കുട്ടികൾ ഒരു തരത്തിലും സുരക്ഷിതരല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ നിരന്തരമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ BJP അടക്കം വലിയ പ്രക്ഷോഭത്തിലേക്കും കടന്നിരിക്കുകയാണ്. നീലിമ.
ശരി, നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.